മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറാണ് എന്നൊരു വാദം ഇപ്പൊ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം? അങ്ങനെ തന്നെയാണോ? മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറാണ് എന്നുള്ളതിലൊക്കെ അത്രയും കടുത്തു പറയണോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായിട്ടുള്ള അണികളുടെ അടക്കം മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ അടക്കം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തകൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ, സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ആ ചിന്തകള് എന്താണ്? ആ ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പൊതുവെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി അവരുടെ വെൽഫെയർ പാർട്ടിക്ക് ആകെ 1% വോട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തകൾ, ഓരോ വിഷയത്തിലും അവരുടെ നിലപാടുകൾ, ആ നിലപാടുകളൊക്കെ തന്നെ ശരിയാണെന്ന് തോന്നുകയും മുസ്ലിം ലീഗ് പോലും അത്തരം നിലപാടുകളിലേക്ക് എത്തിപ്പെടേണ്ട രീതിയിലുള്ള ഒരു സമ്മർദ്ദം മുസ്ലിം ലീഗ് അണികളുടെ അടുത്ത് പോലും സൃഷ്ടിക്കുന്നതിന് അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ വി.ഡി. സതീശനെ പിന്തുണക്കാൻ അവർ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണ മുസ്ലിം ലീഗിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് വി.ഡി. സതീശനെ പിന്തുണക്കണം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തിയാൽ മതി. അതായത് ഞങ്ങൾക്ക് ആരാണ്, ഞങ്ങളുടെ ചോയ്സ് ഇതാണ് എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ അവർ എതിർക്കാനൊന്നും പോകില്ല. പക്ഷെ ഇത്തവണ ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലും അങ്ങനൊരു നിലപാടല്ല എടുത്തത്. പകരം നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ ഞങ്ങളുടെ അടുത്ത് പറയണം എന്ന് പറയുകയും അതിനുശേഷം ഞങ്ങൾക്ക് യോഗം ചേരാനുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിടിവാശികളിലേക്ക്, കടുംപിടുത്തങ്ങളിലേക്ക് പലപ്പോഴും ആളുകൾ ലീഗ് പോകാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗിൻ്റെ അണികൾ പോലും യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം, പത്രം അത് വളരെ കുറച്ച് സ്വാധീനം ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ മീഡിയ വഴി ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് അണികളുടെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകും. ഞാനിപ്പോൾ ഇതിൻ്റെ ഉദാഹരണം താങ്കളോട് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഉണ്ട്, രാജസ്ഥാനിൽ കോൺഗ്രസ് ഉണ്ട്. ഈ കോൺഗ്രസിനൊന്നും തന്നെ BJPയുടെ ഐഡിയോളജികളെ വളരെ ഫലപ്രദമായി എതിർക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? BJPയുടെ ഐഡിയോളജികൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ ഞങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും പകരം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ചടങ്ങിൽ എല്ലാവരും കൂടി പിന്നീട് പോയി ക്ഷേത്രം സന്ദർശിക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കമൽനാഥ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ച ഒരാളാണെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മന്ദിരം പൊളിച്ചുകൊണ്ട് അത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു അയോധ്യ ക്ഷേത്രത്തിനോട് ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് പോലും കഴിഞ്ഞില്ല. കഴിയാതിൻ്റെ ഒരു കാരണം എന്താ? ഈ പാർട്ടികളെല്ലാം തന്നെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ വോട്ട് എന്ത് ചെയ്തേ പറ്റൂ? കിട്ടിയേ പറ്റൂ. അല്ലാതെ ആളുകളുടെ മനസ്സ് മുഴുവൻ 10-15 കൊല്ലം കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് അവർ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് കമൽനാഥ് വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ചതും അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തതും ഈ അഭിപ്രായത്തിലേക്ക് പോയതുമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത്, ഉത്തരേന്ത്യയിലെ നിരവധി പാർട്ടികൾ സനാതന ധർമ്മത്തെ എതിർത്തുകൊണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിന്റെ മകൻ വർത്തമാനം പറഞ്ഞപ്പോൾ ഘടകകക്ഷികളെല്ലാം കൈവിട്ട് കളഞ്ഞതുകൊണ്ടാണ്. കാരണം BJP പറയുന്ന ഒരു രാഷ്ട്രീയം അടിത്തട്ടിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് പോലും എത്തിയിരിക്കുന്നു. ആ എത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നാളെ ഗോവധത്തെയോ അല്ലെങ്കിൽ ഗോവിനെ ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം കഴിക്കുന്നവനെ തല്ലിക്കൊല്ലുകയോ ചെയ്യുന്നതിന് എതിർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് അതേ ലെവലിൽ കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം ചെലുത്തുന്നു. നമുക്കറിയാം, RSSന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞൊരു കാര്യം, എല്ലാ ക്ഷേത്രത്തിന്റെ അടിയിലും ശിവലിംഗം തപ്പി അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശിവന് വേണ്ടിയിട്ടാണ് വലിയ പോരാട്ടങ്ങൾ സംഘപരിവാർ ഇന്ത്യയിലുടനീളം നടത്തിയിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മെയ്ഡൻ സ്പീച്ച് നടത്തുമ്പോൾ ഉയർത്തിക്കാണിച്ചത് ശിവനെയാണ്. ഞാൻ ശിവന്റെ അനുയായിയാണ്, ശിവന്റെ സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഞാൻ എത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതൊരു സ്ട്രാറ്റജി കൂടിയാണ്. കാരണം ശിവനെ ഉയർത്തി കാണിക്കല്ല BJP ചെയ്തിട്ടുള്ളത്. BJP ചെയ്തിട്ടുള്ളത് ഇന്ത്യ മൊത്തം തന്നെയുള്ള ഹിന്ദുമത വിശ്വാസികളുടെ ഏകദൈവമായി രാമനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ബിസിനസ്സിലുള്ള തന്ത്രമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകം മുഴുവൻ ഒരേ സൗന്ദര്യബോധം വരണം, ഒരേ സൗന്ദര്യ സങ്കല്പം വന്നാലേ ഒരേ പ്രൊഡക്റ്റ് ലോകം മുഴുവൻ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരേ ഈ പറയുന്ന പോലെ ഒരു ദൈവമാണ് ഇന്ത്യ മുഴുവൻ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമെങ്കിൽ
യഥാർത്ഥത്തിൽ ഒറ്റടിക്ക് എന്ത് ചെയ്യാം, ഒരു വളരെ എളുപ്പത്തിൽ ഒരു പ്രചരണം നയിക്കാനും രാജ്യം വരണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ള പ്രചരണത്തിനൊക്കെ സാധിക്കും. അപ്പോൾ പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് കൃഷ്ണനാണ്, ഉത്തരേന്ത്യയിലേക്ക് രാമനാണ്. അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു തന്ത്രമാണ്, ഞങ്ങൾ ശിവനെയാണ് ഉയർത്തി കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് BJPക്ക് എതിർക്കാൻ കഴിയാത്തൊരു പ്രസക്തിയിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹിന്ദുത്വ ബിംബമാണ്, ഹിന്ദുത്വ ബിംബമാണ്, ഒരു സംശയമില്ല. അതങ്ങനെ ഉയർത്തേണ്ട ഒരു രാഷ്ട്രീയ സ്ഥിതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതേ അവസ്ഥയിലേക്ക് ഇവിടെ ഏതാണ്ട് ഈ പറയുന്ന SDPI മുതൽ PFI മുതൽ അതുപോലെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദക്കാരൊക്കെ തന്നെ ഉയർത്തുന്ന കാര്യങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ആരെത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ അണികൾ പോലും. അതുകൊണ്ട് ഒന്നുകിൽ മുസ്ലിം ലീഗ് അതിൻ്റെ ഐഡിയോളജികളിലും അതുപോലെയൊക്കെ തന്നെ പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട വരുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടിയാണ്. ഇപ്പം ഇതൊക്കെ പലപ്പോഴും സമസ്തയിൽ പോലും വലിയ തർക്കമുള്ള വിഷയമാണ്. അതായത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ നടത്തുന്ന പല കാര്യങ്ങളിലും ബൈത്തു സക്കാത്ത് പോലെയുള്ള പല പരിപാടികളിലും പാണക്കാട് എന്നുള്ള തങ്ങൾമാർ പോകുന്നു എന്നുള്ളത് അവരുടെ വലിയ വിമർശനമാണ്. അത് വിശ്വാസത്തിനെതിരാണ്, അങ്ങനെ ഒരു പണി നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്. പക്ഷെ പാണക്കാട് തങ്ങളെ സംബന്ധിച്ചോളം എന്താ, കാരണം പാണക്കാട് തങ്ങൾമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ആത്മീയ സംഘടനയല്ല, പകരം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, രാഷ്ട്രീയ സംഘടനയാണ്. അവരെ സംബന്ധിച്ചോളം താങ്കളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 3% അല്ലെങ്കിൽ 4% വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളെ കൂടി എന്ത് ചെയ്തേ പറ്റൂ, കൺസിഡർ ചെയ്തേ പറ്റൂ. അതാണ് അതിന്റെ വാസ്തവം. ഇപ്പം VD സതീശൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ്, ലീഗിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരാണ് ആ സ്പേസിൽ വരിക? അതിനർത്ഥം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ വലിയ അപകടകാരികളായിട്ടുള്ള ആളുകളുണ്ടെന്നാണോ? ലീഗിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരാണ് സ്പേസിൽ വരിക എന്ന് സതീശൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതിനേക്കാൾ മുമ്പ് 4-5 കൊല്ലം മുമ്പ് സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതൊക്കെ ആളുകൾ കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സതീശൻ പറഞ്ഞത് കറക്റ്റാണ്. അന്നത്തെ സതീശന്റെ നിലപാടാണ് കറക്റ്റ്. ലീഗിനെ സതീശൻ കൃത്യമായി വിമർശിക്കുമ്പോൾ സതീശൻ പറഞ്ഞത് 5ാം മന്ത്രിസ്ഥാനം അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ച് 5ാം മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്? അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്താണ് എന്നുള്ളത് ലീഗ് അടക്കമുള്ള ആളുകൾ തിരിച്ചറിയണ്ടേ? ഇനി ലീഗ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസ് തിരിച്ചറിയണ്ടേ എന്ന് ചോദിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ലീഗ് ഇല്ലാതായി പോയാൽ ലീഗിന്റെ സ്പേസിലേക്ക് കുറച്ചുകൂടി തീവ്ര നിലപാടുകൾ കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ ആ തീവ്ര നിലപാടുകളെ എതിർക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും അല്ലെങ്കിൽ SDPIയുടെ പിന്തുണയും മേടിച്ചുകൊണ്ടല്ല ഇതിനെ എതിർക്കേണ്ടത്. അതിനെതിരെ നേർക്ക് നേരെ നിന്ന് നിലപാടുകൾ എടുക്കണം. നിലപാടുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പലപ്പോഴും ജനങ്ങൾ പല വികാരപരമായിട്ട് പല കാര്യങ്ങൾക്കും അടിപ്പെട്ടൊക്കെ വോട്ടുകൾ ചെയ്തേക്കാം. പക്ഷെ ആ നഷ്ടങ്ങളെ സഹിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കണം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സും അധികാരവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അങ്ങനെയുള്ള നിലപാടുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മുസ്ലിം ലീഗ് പോലും നിങ്ങൾ അറിയേണ്ടത് വിട്ടുവീഴ്ചകൾ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള പല കാൻഡിഡേറ്റ്സും അടക്കം മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട്. അപ്പൊ ആ ആരോപണങ്ങളുടെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ KM ഷാജിക്ക് എന്ത് ചെയ്യുന്നത്, വലിയ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് KM ഷാജി വരുന്നത് എന്തുകൊണ്ടാണ്? KM ഷാജി അഴീക്കോട് നിന്ന് മത്സരിച്ച ഒരാളാണ്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ പറയുന്നത് അദ്ദേഹം മറ്റേ കാസർഗോഡോ അല്ലെങ്കിൽ വയനാടോ പോയി മത്സരിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ഏതാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള മലപ്പുറത്തേക്ക് മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നത്, ഞാൻ വിചാരിക്കുന്നില്ല അതൊരിക്കലും ഒരു സന്തോഷത്തോടുകൂടി എടുക്കുന്ന നിലപാടാണ്, ഒരു മനഃപൂർവ്വം എടുക്കുന്ന നിലപാടാണ്. പക്ഷെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൂടി കൂട്ടുപിടിച്ചില്ലെങ്കിൽ, അവരുടെ കൂടി ഒരു പിന്തുണ ഉണ്ടായില്ലെങ്കിൽ അവർ സൃഷ്ടിക്കാൻ പോകുന്ന സ്വാധീനത്തെ മുസ്ലിം ലീഗ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഭയക്കുന്നുണ്ട്, വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പം ഉയർന്ന മുദ്രാവാക്യങ്ങൾ ലീഗ് ഭരിക്കും കേരളം, ലീഗ് ഉണ്ടാക്കും നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇത് SDPI ആയിട്ടാണ് അതിന് സിമിലാരിറ്റി വരുന്നത്. SDPI ഒന്നുമല്ല. SDPI PFI അറസ്റ്റ് ചെയ്തുകൊണ്ട് SDPIയുടെ ബലമൊക്കെ പോയി. അവരും കുന്തിരിക്കും വാങ്ങി വെച്ചോടാ, കരുതി വെച്ചോടാ. പിന്നിൽ ഒരുപാട് വലിയ ചരിത്രമുണ്ട്. ഇപ്പൊ ആരുടെ സംഘടനയായിരുന്നു സിമി എന്നുള്ളത് താങ്കൾക്കറിയും? ആരുടെ സംഘടനയായിരുന്നു സിമി? ആ സിമി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയും ആ ഇസ്ലാമിലൂടെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെക്കുമ്പോൾ ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്നുള്ളത് മറ്റേ അപ്പുറത്തുള്ളവരുമൊക്കെ എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് 1980-കളിൽ മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞ മുദ്രാവാക്യം DYFI വരുന്നത്. ആ മുദ്രാവാക്യത്തിന്റെ പകുതി കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഷാജിയൊക്കെ പറയുന്നത് മതമാണ് പ്രശ്നം. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക,
കാരണം ഡിവൈഎഫ്ഐയും CPM പറഞ്ഞു മതമല്ല പ്രശ്നമെന്ന് പറഞ്ഞു. ദേ ഇവിടെ ഷാജി പറയുന്നു മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞു. അത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. മറ്റേ വാചകം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നുള്ളതൊന്നും ആർക്കും പ്രശ്നമല്ല. കുറെ പേർക്ക് മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനെ ക്രൂശിക്കണം, മതമാണ് നമ്മുടെ എല്ലാം പ്രശ്നം, മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്ന് ഷാജി ധൈര്യത്തോടെ പറയുകയും ചെയ്യുന്ന കാര്യമുണ്ടാക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഷാജി പറഞ്ഞിട്ടുള്ള വേറൊരു വാചകമുണ്ട്, അത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നുപോയി. ഷാജിയും സതീശനും ഒക്കെ ആയിട്ടാണ് നിരന്തരമായി യാത്രകൾ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്നാണ്. ഈ കേരളത്തിൽ അങ്ങനെ ഒരു നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഒറ്റമുറി കിട്ടാതെ അല്ലെങ്കിൽ ഇത് എടുക്കാൻ വയ്യാത്ത നേതാക്കന്മാരുണ്ടാവും, പ്രത്യേകിച്ച് MLA-മാർക്ക് അങ്ങനെ കിട്ടാതിരിക്കുമോ? റെസ്റ്റ് ഹൗസിലോ ഗസ്റ്റ് ഹൗസിലോ എവിടെയെങ്കിലും കിട്ടാതിരിക്കുമോ? ഇല്ല. പക്ഷെ ഒരുമിച്ചാണ് താമസിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഷാജി അടുത്ത വാചകം കൂടി പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ അവിടുത്തെ ഈ പറയുന്ന പോലെ ആകെത്തുക, അതായത് പ്രചരണത്തിന്റെ ആകെത്തുക അതാണ്. ഒരു സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, നിസ്കാരവും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സതീശൻ പൂജയും ഇതുമൊക്കെ ആയിട്ട് പോകുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പോകുന്ന ഈ പറയുന്ന പോലെ എന്താണ് സൂചനകൾ എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇതൊക്കെ ഷാജി വെറുതെ പറഞ്ഞേക്കണാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഷാജിയും സതീശനും കൂടി ഒരുമിച്ച് യാത്ര പോയിട്ട് ഒരേ മുറിയിൽ ദിവസങ്ങളോളം താമസിച്ചിട്ടുള്ളൂ. ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതമാണ് പ്രശ്നം എന്നുള്ളത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ജിൻഡോ ജോൺ രംഗത്തെത്തിയായിരുന്നു. അത് മുഴുവൻ നിങ്ങൾ കേൾക്കണം. ഞങ്ങളെ മനുഷ്യത്വപൂർണമായിട്ട് ആളുകളോട് പെരുമാറാൻ പഠിപ്പിച്ചത് ഞങ്ങളുടെ മതമാണ്. അപ്പം ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നം, അല്ലാതെ നിങ്ങളെപ്പോലുള്ള നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളല്ല നമ്മളങ്ങനെ പഠിപ്പിച്ചത്. അവിടെയാണ് മതത്തിന്റെ ഒരു മാനുഷികതയെ കുറിച്ചിട്ട്, നന്മ പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് അവിടെയാണ് പുള്ളി അതിനെ റിലേറ്റ് ചെയ്യുന്നത്. ജിൻഡോ ജോണിന് അറിയാത്തൊരു കാര്യം അങ്ങോട്ട് പറയാം. ജിൻഡോ ജോൺ ഇപ്പൊ ആകെ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇത് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ, ഷാജിയുടെ. ഞാൻ ആ ഷാജിയുടെ പ്രസംഗം ഇത് മാത്രമല്ല, ഷാജിയുടെ നല്ല തീവ്രമായിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ ഒരുപാട് തവണ പലതും ഫുള്ളായിട്ട് കേട്ടിട്ടുള്ളതാണ്, ഇതും കേട്ടിട്ടുള്ളതാണ്. ഇത് കൂടാതെ ഷാജി വന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിമ്മി ജെയിംസിൻ്റെ അടുത്തിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഗൗതം, എന്താണെന്നറിയാമോ? ഈ ഗൗതം ഇതേ വാചകം തന്നെയാണ് എന്ത് ചെയ്യുന്നത് BJPയും RSS ഒക്കെ പറയുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വം എന്തല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വമല്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സമന്മാരായി വിചാരിക്കുന്ന, എല്ലാവരോടും സ്നേഹമസൃണമായി പെരുമാറാൻ ഉദ്ദേശിക്കുന്ന, ഗോക്കളെയൊക്കെ എന്ത് ചെയ്യുന്ന മാതാവിനെ പോലെ കാണുന്ന ആളുകളാണ്. ഇനി അതിന് വേറൊരു എക്സ്പ്ലനേഷൻ പറയാം. നിങ്ങൾ ആദ്യം പാൽ കുടിക്കുന്ന ആരുടെയാണ്? ആദ്യം അമ്മയുടെ പാലാണ്, പിന്നെ ആരുടെ പാലാണ് കുടിക്കുന്നത്? പിന്നെ പശുവിന്റെ പാലാണ്. സോ നിങ്ങളുടെ സെക്കൻഡ് എന്താണ്? അമ്മയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിശ്വാസവും മതവും അമ്പലങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒഡീഷയിൽ ഭുവനേശ്വരി ടെമ്പിൾ എങ്ങനെയാണ് വലിയ പ്രതീകമായി തീർന്നത്, അവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിഷയമായി തീർന്നത് പഠിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഈ പറയുന്ന പോലെ വളരെ വിശാലമായ അർത്ഥത്തിൽ മതമാണ് ഞങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ മതമില്ലെങ്കിൽ ഇവർ സ്നേഹിക്കൂലേ? ഇവരപ്പോൾ വേറൊരു മതത്തിലാണ് ബൈ ബർത്ത് ജനിച്ചെങ്കിൽ എന്ത് ചെയ്യും? സ്നേഹിക്കാൻ പഠിക്കൂലേ? അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് പലപ്പോഴും ഇതിന്റെ ഉള്ളിലൂടെ വളരെ അന്തർലീനമായി വളരെ പതുക്കെ കടത്തിവിടുന്ന ഒരു വിശ്വാസം, മതം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോ വ്യക്തിപരമായി ഷാജി അപകടകാരിയാണോ അല്ല എന്നൊക്കെയുള്ള വേറൊരു ചർച്ചാ വിഷയമാണ്, അതൊക്കെ വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൂടെ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനുള്ള തന്ത്രമാണ് കൃത്യമായിട്ട് പയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്കറിയാം എന്താണ് ലീഗ് മതമാണ് പ്രശ്നം എന്നുള്ളത് കൊണ്ടാണ് മലപ്പുറത്ത് നിന്ന് ലീഗിന് കൺസോൾഡേറ്റ് ആയിട്ട് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നത്. അല്ലാതെ മതേതരത്വമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഈ ടെക്നിക്ക് ഇനിയിപ്പോ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുഴുവൻ BJP പറയുന്നത് ഹിന്ദുത്വമാണ്. താങ്കളുടെ ടെക്നിക്കാണ്. അല്ല, ഇത് അപകടം. എന്റെ കാര്യം അറിയാം, ഈ നാടിനെ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കാനുള്ള ഗൗതം കൃഷ്ണയുടെ ഒക്കെ ടെക്നിക്കാണ്. സങ്കടമുണ്ട്, ഞാൻ പറയുന്നതാണ്. കാരണം ഈ ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ താങ്കൾ ഇത് ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇനി ഇത് ഫുള്ളായിട്ട് കൊടുത്തേക്കും, എന്റെ അഭിപ്രായം കൂടി കുറഞ്ഞു കൊടുത്തേക്കും, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എവിടെയാ? യഥാർത്ഥ പ്രശ്നം ഞാൻ ഗൗതത്തിനോട് കഴിഞ്ഞൊരു തവണയും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്. പക്ഷെ ഗൗതത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരു സംഘബോധ മനസ്സുണ്ട്, ആ മനസ്സിലേക്ക് ഗൗതം എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗൗതം എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, മലപ്പുറത്ത് നിന്നുള്ള ഒരു സമുദായ പാർട്ടി എന്നുള്ള നിലക്ക് ലീഗിന് വോട്ട് ചെയ്യുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും. അവരൊരിക്കലും മതം വിചാരിക്കുന്ന ആളുകളല്ല. പക്ഷെ അവിടെ ജയിക്കാനുള്ള ഒരു മാർജിൻ വളരെ കൂടുതലായി കിട്ടുന്നതാണ്. പക്ഷെ ഗൗതം പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവും അതിന്റെ പേരിലുള്ള ചേരിതിരിയലും ഇത്തവണ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടാമെന്ന് പറയുന്ന പ്രചരണങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സത്യം. പക്ഷെ ഇതിന്റെ മറുമരുന്ന്
ഗൗതം ഉദ്ദേശിക്കുന്നത് ലോകത്തൊരിടത്തും നടക്കാത്തൊരു കാര്യം. ഓക്കെ, അവര് അന്ന് അങ്ങനെ വോട്ട് ചെയ്യുകയാണെന്നാൽ നമ്മളും കൂടി ഇപ്പുറത്ത് എന്ത് ചെയ്തേക്കാം, ഒരു മതരാഷ്ട്ര പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പകരം പകരം ഇന്നും ഈ പറയുന്ന പോലെ എന്താണ് 80% വരുന്ന ഹിന്ദുക്കളല്ല, 79% ഹിന്ദുക്കളുള്ള ഒരു നാട്ടിൽ 35% വോട്ട് കിട്ടാൻ വേണ്ടി BJP കിടന്ന് പെടാപ്പാട് പെടുന്നത് കൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. കാരണം അങ്ങനെ ഒരു മതരാഷ്ട്രത്തിനും ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. ഒന്ന്, ഇനി ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയപ്പോഴും എന്ത് ചെയ്തില്ല, 0.5% വോട്ട് പോലും അവർക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പാർട്ടി എന്നുള്ള നിലക്ക് അവർ ഈ പറഞ്ഞ പോലെ മുഖം മൂടി അണിയാതെ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും കേരളത്തിലെ മുസ്ലിം സമുദായം വോട്ട് ചെയ്യില്ല. ഇനി മറ്റൊരു കാര്യം പറയാം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടക്ക് 75-80 ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സ് ഉണ്ട്. ഈ 75-80 ലക്ഷം വോട്ടേഴ്സിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ആധികാരികമായി പറയുന്നു, മുസ്ലിം ലീഗിന് പോലുമുള്ള വോട്ടേഴ്സ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ 15 ലക്ഷം പേരാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് 60 ലക്ഷം പേരും യഥാർത്ഥത്തിൽ ഇപ്പോഴും മറ്റ് CPM-നും മറ്റു പല പാർട്ടികൾക്കും കോൺഗ്രസിനും ഒക്കെ വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഗൗതത്തിനെ പോലെയുള്ള ദുഷ്ടലാക്കുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കാണിച്ചുകൊണ്ട് ഇപ്പുറത്തുള്ളവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ പണി നിങ്ങൾ എടുത്തോളൂ. പക്ഷെ അതിന്റെ പാലമാകാനും അത് എൻ്റെ നടുവിലൂടെ കയറാനും ഞാൻ തൽക്കാലം സമ്മതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് വിഷമത്തോടുകൂടി, അതീവ ദുഃഖത്തോടുകൂടി പ്രിയപ്പെട്ട ഗൗതം കൃഷ്ണയോട് പറയട്ടെ. അത്രേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടില് യഥാർത്ഥ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത് മതേതരത്വം നിലനിൽക്കാനുള്ള ആവശ്യം എന്ന് വെച്ചാൽ ഒരു 10 പറ്റും മതേതരത്വം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗൗതം പറയുന്ന പോലെ 10 പേര് ഒരു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളിൽ 10 പേരെ പിടിച്ച് നമ്മൾ പോകണം. അല്ല, ഞാൻ പറഞ്ഞത് ഈ ജമാഅത്തിയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ജമാഅത്തി എന്താണ് ലീഗിനെ ബുദ്ധിപരമായിട്ട് ജമാഅത്തി പോലുള്ള സംഘടനകൾ സ്വാധീനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ ഇപ്പുറത്ത് മറ്റൊരു പോളറൈസേഷൻ അല്ലെങ്കിൽ മറ്റൊരു അപകടകരമായിട്ടുള്ള കാര്യം രൂപപ്പെടില്ല എന്നാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും തിരുത്താനായിട്ട് കൃത്യമായിട്ടുള്ള മതേതര ശക്തി ഇവിടെ വേണ്ടേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റൊരു പോളറൈസേഷൻ ഉണ്ടായി കഴിഞ്ഞു. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും അതുപോലെ തന്നെ PFIക്കും കൂടി കേരളത്തിൽ 1.5%, 2% വോട്ടുകൾ കിട്ടുമ്പോൾ ഇപ്പുറത്തുള്ള പോളറൈസേഷൻ താങ്കളൊക്കെ ഈ പറയുന്ന തന്ത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. 14%, 15% പോളറൈസേഷൻ ഇപ്പുറത്ത് BJPയുടെ ഉള്ളത്. അതിൽ 8% പേരോ 6% പേരോ ഇതുപോലെ തന്നെ പോയവരാണ്. അതായത് നിങ്ങൾ അറിയേണ്ടത്, ന്യൂനപക്ഷങ്ങളുടെ കിടക്ക് 2% പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ ഇതവിടെ എന്ത് ചെയ്യും, ഇപ്പുറത്ത് 6% ഉണ്ടാവും. ആ 6% ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഈ 2 പോളറൈസേഷൻ പ്രതിരോധിക്കാൻ കഴിയുന്ന, മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്ന് അറിയുന്ന, ജാതിയും മതവും അല്ല പ്രധാനപ്പെട്ട വിഷയമെന്ന് അറിയുന്ന സെക്കുലർ ആയിട്ടുള്ള നിലപാടുകൾ എടുക്കണം. പക്ഷെ ആ നിലപാടുകൾക്ക് പോലും ഒരു പ്രശ്നമുണ്ട്. കാരണം അവര് പോലും പല ഘട്ടങ്ങളിലും ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, തുറന്നെതിർക്കാൻ കഴിയാത്ത ലെവലിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. കാരണം എന്താ, ഒരു മതവിഭാഗത്തിനെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ അപ്പം തന്നെ മറ്റവന്റെ മതം നോക്കിയിട്ട് ഓക്കെ ഈ മതത്തിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അപ്പുറത്തെ മതത്തിലുള്ളതാണെങ്കിൽ അവൻ പറയുന്നത് കാര്യമാണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത റിജിഡ് ആയിട്ടുള്ള ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അത് പ്രശ്നമാണ്. ശരിക്കും അങ്ങ് പറഞ്ഞ അപകടകരമായ രീതിയിൽ നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ മതേതരത്വം പറഞ്ഞുകൊണ്ട്, സെക്യുലറിസം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഈ അമ്പലം, വിശ്വാസം, ഇതൊക്കെ എന്താണ് എടുത്തു കളഞ്ഞുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ, വിലക്കയറ്റം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, ഇതിനൊന്നും വൈകാരികപരമായിട്ട് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഈ അമ്പലവും വർഗീയതയും പറയുമ്പോഴേ വൈകാരികമായിട്ട് കണക്ട് ഉണ്ടാവുന്നുള്ളൂ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ വളരെ ലളിതമാണ്. സ്വന്തം കൊച്ചി വിശന്ന് കരയുമ്പോൾ വരൂ നമ്മുടെ അമ്പലം എന്ത് ചെയ്യാം സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഒരമ്മയും അതിൻ്റെ പുറകെ ഓടിപ്പോവില്ല. പക്ഷെ ഇപ്പം നമ്മുടെ കേരളത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളും എന്ത് ചെയ്യുന്നില്ല, വിശന്ന് കരയുന്നില്ല. ആദിവാസി ഗോത്രവർഗ മേഖലകളിൽ ഒഴികെയുള്ള 2.5 ലക്ഷത്തോളം 4 ലക്ഷത്തോളം ആളുകൾ ഒഴികെയുള്ള ബാക്കി ഒരു സ്ഥലത്തും ശരിക്കും അമേരിക്കയിലുള്ള പോലെ പോലും പോഷകാഹാരക്കുറവ് കൊണ്ട് ഒരു കുട്ടി പോലും കേരളത്തിൽ മരിക്കുന്നില്ല. പകരം ആളുകൾ മരിച്ചു വീഴുന്നത് അമിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. അപ്പം നമ്മുടെ വികാരം പിന്നെന്തിനൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വികാരം ഉണ്ടാകുന്നത് അവനവൻ്റെ വിശ്വാസങ്ങളും ആദർശപരമായും ഇതുപോലെയൊക്കെയുള്ള കെട്ടിപ്പടുക്കുന്ന ഈ പറയുന്ന പോലെ എന്താണ് പ്രതിച്ഛായകളുടെ പുറത്താണ് നമുക്ക് വികാരം ഉണ്ടാകുന്നത്. അപ്പൊ താങ്കൾ പറയുന്ന കാലത്തിനനുസരിച്ച് അത് കാലത്തിനനുസരിച്ച് അത് രൂപപ്പെടില്ല. ബാക്കി മുഴുവൻ പറയാൻ സമ്മതിക്കണം. അതാണ് നിങ്ങൾ സാധാരണ സമ്മതിക്കില്ല. നിങ്ങൾ ശൂലമൊക്കെ ആയിട്ട് വരും, അന്നേരം സമ്മതിക്കൂ പ്ലീസ്. ഞാൻ പറയുന്നത് ഇതെങ്ങനെ, ഇത് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വളരണമെങ്കിൽ ഈ വിഭാഗീയതകളിലൂടെ മാത്രമേ വളരാൻ കഴിയൂവെന്നും ആ വിഭാഗീയതകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ആളുകൾ പെട്ടെന്ന് ചേരുമെന്നും പറയുന്ന ഒരു കാര്യമുണ്ടാവും. നിങ്ങളിപ്പോൾ സോഷ്യലിസം പറഞ്ഞോ, കമ്മ്യൂണിസം പറഞ്ഞോ, നിങ്ങൾ ഗാന്ധിയൻ ഇക്കണോമിക്സ് പറഞ്ഞോ, ഒരാളുകളെ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പകരം നിങ്ങളുടെ ജീവിതചര്യകളിലൂടെ നിങ്ങൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ദൈവവിശ്വാസത്തെ രാഷ്ട്രീയമായി നിങ്ങളുടെ മതവിശ്വാസങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ്.
ഗൗതം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിൽ ഇന്ന് വരെ കേരളത്തിൽ ഒരു അമ്പലവും തകർക്കപ്പെട്ടില്ല, ഒരു പള്ളിയും തകർക്കപ്പെട്ടില്ല, ഒരു മോസ്കിനും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെയൊക്കെ ആളുകൾ പോകുന്നതിന് ആരും എതിർത്തിട്ടില്ല. ഈ എതിർത്തു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഉണ്ടാക്കുന്ന വെറും നരേറ്റീവാണ്, ഒരാളും എതിർത്തിട്ടില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇതിനേക്കാളൊക്കെ ഉപരിയായി മനുഷ്യരെ സ്നേഹിക്കാനും അങ്ങോട്ട് കൊടുക്കാനും അവനവന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ വന്നിരിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുഴുവൻ ജാതിയും മതവും അതിന്റെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്താൻ അവര് തീരുമാനിച്ചതുകൊണ്ടാണ് ഈ സ്പർദ്ധ കൂടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ആളുകളെ യൂണിറ്റ് ചെയ്യിക്കാൻ രണ്ട് കാര്യങ്ങളെ ലോകത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ ജാതി, അല്ലെങ്കിൽ മതം, അല്ലെന്നുണ്ടെങ്കിൽ വർണ്ണം. ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ആളുകളെ യൂണിറ്റ് ചെയ്യിപ്പിക്കാം. അതിനുള്ളൊരു വലിയ കുഴപ്പം കൂടിയുണ്ട്. അത് കുഴപ്പം എന്താണെന്നറിയാമോ? ഇപ്പൊ നാളെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ വന്നിട്ട് ഭൂവുടമകളും അതുപോലെ തന്നെ തൊഴിലില്ലാത്തവനും തൊഴിലുള്ളവരും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പേസ് മാറാം. മറ്റേ സ്പേസ് മാറാനും പറ്റില്ല. കാരണം എന്താ? നമ്മുടെ പേര് ഇതാണ്, നമ്മൾ ജനിച്ചു വന്ന ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വേറെ രക്ഷയില്ല. അപ്പൊ നമ്മളും കൂടി എന്ത് ചെയ്യേണ്ടി വരും? ഒരു സൈഡിൽ നിന്നുകൊണ്ട് മറ്റൊരുത്തിനെതിരെ എതിർക്കാൻ തയ്യാറായിട്ട് വരും. ആ അവസ്ഥയിലേക്ക് കേരളത്തെയും ഇന്ത്യയെ എത്തിക്കുക. ഇത് തന്നെയാണ് മണിപ്പൂരിൽ നടന്നത്, ഇത് തന്നെയാണ് അമേരിക്കയിലും നടന്നിട്ടുള്ളത്, ഇത് തന്നെയാണ് തുർക്കിയിൽ നടക്കുന്നത്, ഇത് തന്നെയാണ് ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്നത്. പല ആളുകളായി, വർണ്ണങ്ങളായി ഈ പറയുന്ന പോലെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഗോത്രങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നടക്കുന്നത്. ഇപ്പം മതം, ജാതി, നിറം, ഇതിനൊക്കെ ദൈവം, ഇതിനൊക്കെ അപ്പുറം നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് ശരിക്കും എത്തിച്ചേരുക തന്നെയാണ് വേണ്ടത്. ആ പോയിന്റ് എന്ന് പറയുന്നത് സെക്യുലറിസമാണ്, മതേതരത്വമാണ്. അപ്പോൾ യഥാർത്ഥ മതേതരത്വം നിലനിൽക്കുക തന്നെയാണ് വേണ്ടത്, അതിന് സംശയമില്ല. ഈ യഥാർത്ഥ മതേതരത്വം എന്നൊക്കെ പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വരും, ഇത് ചിലരൊക്കെ പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ വീട്ടില് കഴിഞ്ഞ ദിവസം ഇത് പണ്ടേ മുതലേ ഉണ്ട്. ഇപ്പൊ മൃഗയ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, താങ്കളത് എടുത്ത് കണ്ടു നോക്ക്. അതിൽ പറവൂർ ഭരതം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിൽ തുടങ്ങുകയാണ് പ്രശ്നം. പക്ഷെ അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. അവര് ക്രിസ്ത്യാനികളല്ലേ, അവർ ഒന്നിക്കുമ്പോ എന്ന് പറയുന്നത്. ഏത് മൃഗയ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ തന്നെ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഒരാൾ കടന്നു പോകണം. അപ്പൊ പുള്ളി എൻ്റെ ഫാദറിനോട് പറയാണ്, ഒരു കോളനി നമ്മുടെ അടുത്തുള്ള ഒരു കോളനി ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും. ആ കോളനി അല്ല, അവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്, അവർ സാധാരണ ആളുകളാണ്. അപ്പൊ അവിടേക്ക് പോകുന്നുണ്ട്, അവൻ മരിച്ചിട്ട് ഞാൻ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് അവൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ജാതി പേരാ പറയണം. ആ ജാതിയാണെങ്കിലും നമ്മൾ ഈ ജാതി ഒന്നും നോക്കാറില്ലല്ലോ ഏട്ടാ, അതുകൊണ്ട് നമ്മൾ കാണാൻ പോണേന്ന് പറയണം. ഇത് മരിച്ചൊരുത്തൻ, ഇയാളുടെ വീട്ടിൽ പണിക്ക് ഒരുത്തൻ മരിച്ചിട്ട് പോയി പോഴപ്പോൾ പോലും അവൻ ആ ജാതിയില്ല, എന്നിട്ട് ഞാൻ ഔദാര്യമായിട്ട് അവരെ പോയി കാണുന്നു എന്നാണ്. ഇതേപോലെ കളറും ജാതിയും മതവും ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഉണ്ട്. ഗൗതം ഇപ്പോൾ വിചാരിക്കുന്നില്ലേ ഗൗതത്തിന് മനുഷ്യർ മാത്രമേ ഉള്ളൂ, കളറില്ലെന്നൊക്കെ? ഒരു വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വളരെ കറുത്ത ഈ പറഞ്ഞ പോലെ ഒരു പയ്യൻ നിന്ന് കല്യാണം കഴിച്ചാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യേ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വരും. ആ ഫീലിംഗ് വരുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുള്ളതുകൊണ്ടാണ്? കളറുള്ളതുകൊണ്ടാണ്. നമുക്ക് അവരുടെ ഇതിനൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഇത് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയാനായിട്ടാണ്. ഇപ്പൊ നമ്പൂതിരീസ് എന്ന് പറയുന്ന ഒരു പൽപ്പൊടി മേടിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാത്തതും, ഉടുപ്പി ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇഡ്ഡലി മേടിക്കാൻ കുഴപ്പമില്ലാത്തതും, അതേസമയം ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, വേറെ രണ്ട് ജാതികളുടെ പേരിട്ടിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി നോക്കട്ടെ, ഒരു മനുഷ്യൻ ഇവിടെ കയറൂല. ഒരു ജാതി ഇട്ടിട്ട് നിങ്ങൾ അറിയേണ്ടത് ഒരു കറിപ്പൊടി വിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ കയറില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ ഗൗതം കഴിഞ്ഞവണ എന്നോട് ചോദിച്ചല്ലോ, ജനങ്ങൾ എന്താണ് ഭയങ്കര ബുദ്ധിയുള്ളവരും വിവരമുള്ളവരാണ്? അല്ല. ഇനി യാഥാർത്ഥ്യം കൂടി ഞാൻ പറയാം. ആകെ ഒരു 10-70 വയസ്സുവരെ മാത്രം ജീവിക്കുന്ന ശരാശരി ആയുസ്സുള്ള ഒരു മനുഷ്യന് ഇവിടെ എല്ലാ സന്തോഷമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ സന്തോഷങ്ങളിൽ ആസ്വദിച്ച് സന്തോഷകരമായി ജീവിച്ചു പോകേണ്ടതിന് പകരം നമ്മൾ ഇത്തരത്തിലുള്ള അന്യൻ്റെ ജാതിയും മതവും അതുപോലെ കലഹിക്കാനുള്ള പ്രശ്നങ്ങളും കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അത് നമ്മുടെ വിവരക്കേടാണ്. അതിന് നമ്മൾ വശംവദരാകുന്നുണ്ട്. മനസ്സിലായി? അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 20 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിൽ ഇത് വലിയ തോതിൽ ആക്സിലറേറ്റ് ചെയ്തത് ഒരൊറ്റ കാര്യം പറയാം, അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആണ്. അതായത് 10% ആളുകൾ പോലും ഇന്ന് വരെ ജീവിതത്തിൽ, ഞാൻ കണ്ടുപിടിയിട്ടുള്ള നിരവധി ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കമന്റ് ഇട്ടുണ്ടോ എന്ന്. ജീവിതത്തിൽ ഇന്ന് വരെ 10% ആളുകൾ മാത്രം ഒരു കമന്റ് പോലും, അല്ലെങ്കിൽ കൂടിയെന്ന് 20% ആളുകളെ കമന്റ് ഇടാറുള്ളൂ, അതും സോഷ്യൽ മീഡിയ കാണുന്നവർ പോലും. പക്ഷെ നമ്മൾ അത് വെച്ചിട്ട് അഭിപ്രായ രൂപീകരണം നടത്തുകയും ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ഹർത്താലുണ്ടായി, നിങ്ങൾ അറിയണം. കേരളത്തിൽ ഒരു ഹർത്താൽ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മാത്രം എന്ത് ചെയ്തു? കേരളത്തിലുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. തീർച്ചയായിട്ടും. എനിക്ക് നിർത്തുമ്പോൾ ഇതാണ് പറയാനുള്ളത്. ദൈവത്തിന്, മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞ പോലെ സർവധർമ്മ സമഭാവന. ദൈവത്തിന് ജാതിയുമില്ല, മതവുമില്ല. ദൈവം ഒരു മതത്തിന്റെയും ആളുമല്ല. പക്ഷെ ആ ദൈവത്തെ ഏതെങ്കിലും മതത്തിന്റെ കള്ളിയിൽ പെടുത്താൻ ശ്രമിക്കുന്നവരൊക്കെ
അപകടകാരികളാണ്. ഞാൻ വേറൊരു തമാശ കൂടി പറയാം ഗൗതത്തിനോട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കണം? ഇപ്പൊ ഗൗതത്തിന് ഒരു വിശ്വാസമുണ്ട് എന്നുള്ളത് കരുതുക. ഞാൻ ദൈവത്തെ കാണുന്നത് വേറൊരു അല്ല, രീതിയിലാണ്. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഗൗതം എക്സോ വൈ ആയിക്കോട്ടെ, ഗൗതത്തിനെ എന്ന് എടുക്കണ്ട, കാരണം വേറെ ആളെ എന്ന് എടുക്കാം. ഇപ്പൊ ദൈവത്തിന്, ആ ദൈവത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ആളെ ചേർക്കാനും നമ്മൾ ദൈവത്തെ സംരക്ഷിക്കാനും ഒക്കെ പോകണം എന്ന് വിചാരിച്ചാൽ അവനൊരു വിശ്വാസിയാണോ? നമ്മളെക്കാൾ കരുത്തുള്ള, ഈ ലോകം തന്നെ നിയന്ത്രിക്കാൻ കരുത്തുള്ള, വളരെ സർവശക്തനായിട്ടുള്ള ഒരാളായി ദൈവത്തെ കാണുന്നവൻ എന്ത് ചെയ്യോ? വേറെ ദൈവത്തിനെ ഒരാൾ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈവിട്ടാൻ തയ്യാറാവും? ഒരാള് നമ്മൾ എന്ത് ചെയ്യും? ഒരാള് എന്ത് ചെയ്തു? നമ്മള് ദൈവത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ ജമാഅത്തിയുടെയൊക്കെ മതരാഷ്ട്ര ബോധമാണ് സെക്യുലറിസത്തിൽ നിന്നും അവർ അംഗീകരിക്കുന്നില്ല. എനിക്ക് ശരിക്കും എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ദൈവം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നത് എന്തുമാത്രം സങ്കുചിതമായ ഒരു ബോധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതവിടെ നിൽക്കട്ടെ, പോട്ടെ, വിട്ടുകളഞ്ഞേക്ക്, പോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ഇത് പോട്ടെ, ഞാൻ പറയുന്നത് ഇനി അടുത്തൊരു കാര്യം താങ്കളോട് പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി പ്രകാരം ഇവിടെയുള്ള, ഈ ലോകത്തുള്ള 75, 80, 90% മുസ്ലിംസും യഥാർത്ഥ വിശ്വാസികളല്ല. അങ്ങനെയാണോ? അതൊക്കെ അറിയാഞ്ഞിട്ടാണ്. ശരി. അപ്പൊ ഇത് അല്ല, കാരണം നിങ്ങള് നാട്ടിൽ വരുന്ന 70 പേര് ആൾക്കാർ, കാരണം വളരെ സിമ്പിളാണ് കാര്യം, വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞുതരാം, എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങള് ഒരു രാഷ്ട്രത്തെ ദൈവരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസമില്ല. ലളിതമാണ്, മനസ്സിലായ? നിങ്ങൾ ഇവിടെ വെറുതെ ഒരു വിശ്വാസി എന്ന് പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 5 നേരം നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും വളരെ മര്യാദക്കാരായി സ്നേഹത്തോടും കൂടി ആളുകളോട് പെരുമാറുകയും ചെയ്തുകൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ എന്തല്ല? വിശ്വാസികളല്ല. വലിയൊരു വിശ്വാസി സമൂഹത്തെ തന്നെ പുറത്തു നിർത്തിക്കൊണ്ടാണ് ഇവർ പറയുന്നത് നിങ്ങളൊന്നും വിശ്വാസികളല്ല, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. ലാഹോറിൽ ഈ പറഞ്ഞ പോലെ പാർക്കിൽ വെച്ച് 41 പേര് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? 1941 ഈ പറഞ്ഞ പോലെ 100-100ലധികം താഴെയുള്ള ആളുകൾ ചേർന്ന് ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ അവർ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ശരിയല്ല, ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ രീതികൾ ശരിയല്ല, പകരം ലോകം മുഴുവൻ തന്നെ ദൈവരാജ്യം വരണമെന്നാണ്. ഇനി ഇങ്ങനെ വിചാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമാണെന്ന് വിചാരിക്കണ്ട. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ യഹോവ വിറ്റ്നസ് എന്ന് പറയുന്നവർ എന്ത് ചെയ്യാത്തതെന്ന് അറിയോ? എന്തുകൊണ്ടാണ് ദേശീയഗാനം പാടാത്തത് താങ്കൾക്കറിയോ? ഇവിടെയുള്ള 5 കുട്ടികൾ സുപ്രീം കോടതി പോയല്ലോ, ദേശീയഗാനം പാടേണ്ട, കുഴപ്പമില്ലെന്ന് തോന്നി. എന്താ കാര്യം അറിയോ? അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവരാജ്യം, ദൈവത്തിനെ മാത്രമേ സ്തുതിക്കാൻ പറയൂ, അതിർത്തികൾ പോലും ഇല്ലെന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നാഷണാലിറ്റി, നാഷണലിസം, തീവ്ര ദേശീയത എന്നൊക്കെ പറയുന്ന പോലെ ഒരു തന്ത്രമാണ്. നമുക്ക് മറ്റൊരുത്തരോട് വെറുപ്പ് സമ്പാദിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, നേരത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു, എത്രയോ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ അപ്പുറത്തുള്ളവൻ പോലും മനുഷ്യനാണ് എന്ന് കരുതിയാൽ ഈ പ്രശ്നം തീരും. വിശാലമായ അർത്ഥമാണ്. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവസങ്കല്പം പറയാം. ആ ദൈവസങ്കല്പത്തിന് ആ ദൈവം ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല, എന്നെയും താങ്കളെയും ഇത് കാണുന്ന പ്രേക്ഷകരെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജീനെ അല്ലെങ്കിൽ ആ ഒരു ബോധത്തെയാണ് ഞാൻ ആത്യന്തികമായിട്ട് ദൈവം എന്ന് പറയുന്നത്. അത് ഈ ലോകം മൊത്തം എല്ലാവരെയും കണക്ട് ചെയ്യും. അങ്ങനെ ഗൗതത്തിനെ പോലെയുള്ള ആളുകൾ വിചാരിച്ചാൽ, ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ട് നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെ നോക്കുമെന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങൾക്കും ഈ നാട്ടിൽ വലിയ പ്രസക്തി കിട്ടാതിരിക്കുകയും പകരം ദൈവത്തെ സംരക്ഷിക്കാനും ദൈവം ഇരിക്കുന്ന സ്ഥലങ്ങളെ സംരക്ഷിക്കാനും സർവശക്തനായ ദൈവത്തെ സംരക്ഷിക്കാൻ നിസ്സാരനായിട്ടുള്ള മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുന്നതിനാണ്. ഇനി ദൈവത്തോട് ഗൗതം ഒരു മോശം കാര്യം കാണിച്ചു, എൻ്റെ ദൈവത്തോട് ഗൗതം എന്ത് ചെയ്തു? ഒരു മോശപ്പെട്ട വർത്തമാനം പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. എനിക്ക് വലിയ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കേണ്ട ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, ദൈവത്തിന് ഗൗതത്തിനെ എന്ത് ചെയ്തോളും? ശിക്ഷിച്ചോളും, അല്ലേ? ദൈവം ശിക്ഷിച്ചോളും, പ്രശ്നം തീരുമല്ലോ. എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവം ഒരു കൊട്ടേഷൻ തന്നോ അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏർപ്പെടുത്തിയോ ദൈവത്തെ എന്ത് ചെയ്യാൻ സംരക്ഷിക്കാൻ? അല്ല, പിന്നെ ഹിന്ദു ആചാരപ്രകാരം എല്ലാം തന്നെ കൃത്യമായിട്ട് എല്ലാ ദൈവങ്ങളും തന്നെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരറിയാതെ ഈ ഭൂമിയിൽ ഒരു ഇല പോലും ചലിക്കുന്നില്ലെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൗതം ഇവിടെ നിന്ന് വൃത്തികേട് പറയുന്നതും മോശം പറഞ്ഞാലും ഒക്കെ തന്നെ അത് ദൈവത്തിന്റെ കൂടി ഒരു പദ്ധതി ഉണ്ടാവും, ഒരു പ്ലാൻ ആയിരിക്കും എന്ന് എന്ത് ചെയ്താൽ മതി, വിചാരിച്ചാൽ മതി. പിന്നീട് അവൻ അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാവുകയും അവൻ അതിന്റെ ശിക്ഷ മേടിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഇതിനൊന്നും വേണ്ടി യുദ്ധത്തിനിറങ്ങാനോ ആളുകളെ പരസ്പരം എന്ത് ചെയ്യാനോ വെറുക്കാനോ ഒന്നും തയ്യാറാകേണ്ട ആവശ്യമില്ല എന്ന് ഒരു യഥാർത്ഥ വിശ്വാസി തീരുമാനിക്കുകയും ഞങ്ങളെ രാഷ്ട്രീയമായി വോട്ട് ബാങ്കുകളാക്കി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ മതവും അതുപോലെ തന്നെ നമ്മുടെ ഈശ്വര വിശ്വാസവും പോലെയുള്ള വളരെ ഫ്രജൈലായിട്ടുള്ള വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നതെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ ഒരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും. എന്തായാലും എൻ്റെ ദൈവം മാത്രമാണ് ശരി എന്ന് ആര് ചിന്തിച്ചു കഴിഞ്ഞാലും അത് വളരെ മോശപ്പെട്ട കാര്യമാണ്.